അപ്പോൾ ഗായ്സ് ഇന്ന് നമ്മൾ ഹോസ്പിറ്റലിലേക്കുള്ള സാധനങ്ങൾ പാക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഫ്രണ്ട് ക്യാമറ ഇല്ലാത്ത കാരണം രണ്ടാൾക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് എല്ലാവരുടെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിന്ന് ഹോസ്പിറ്റൽ ബാഗിൻ്റെ കുറേ ദിവസമായി പാക്ക് ചെയ്ത് വെച്ചിട്ട് ഇന്ന് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് വീഡിയോ എടുത്തിട്ടോ. സത്യം പറഞ്ഞപ്പോൾ നമ്മൾ എത്ര വീക്സിലായി? 7 കഴിയാറായില്ലേ? 8ലേക്ക് ആവാറായിട്ടില്ലേ? 38ലാണ് ഇപ്പോൾ നമ്മൾ. 38 വീക്സിലാണ് കേട്ടോ. ഇത് എന്താ പറയുക, നമുക്ക് 8.5 മാസമായപ്പോൾ തന്നെ നമ്മളൊക്കെ പാക്ക് സെറ്റാക്കി വെച്ചാണ്. എപ്പോഴാണെന്ന് അറിയില്ല. പിന്നെ ഇപ്പോൾ ഇവിടെ ആരും ലേഡീസ് ഇല്ലാത്ത കാരണം പെട്ടെന്ന് പെയിനൊക്കെ വന്നിട്ട് പോകുമ്പോൾ ഇവരെ കൊണ്ട് പറ്റില്ല എന്നുള്ള കാരണം ഞാനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ കാണിക്കാൻ ഒഴിവില്ലാത്ത കാരണം ഇനിയിപ്പോൾ നമ്മൾ നാളെ ഹോസ്പിറ്റലിൽ പോവുകയാണ്. നാളെ ഹോസ്പിറ്റലിൽ പോയാൽ ചിലപ്പോൾ അഡ്മിറ്റ് ആവുമോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ അഡ്മിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇത് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് എടുക്കാം കേട്ടോ. ഒന്നുമില്ല, നാളെ അഡ്മിറ്റ് ആക്കും. ഈ ബാസ്ക്കറ്റിൽ കുറച്ച് ബേബിക്കുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇതിലാക്കാന്ന് വെച്ചിട്ടാ. അപ്പൊ ഞാൻ ആദ്യം വെറും കുട്ടിന്റെ സാധനങ്ങൾ മാത്രം വെച്ച് പിന്നെ എന്റെ കൂടെ എടുത്തേക്കേണ്ടി വന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇത് എന്താ പറയാ, ഒരു കട്ടിയിൽ ഇനി താഴത്തെ വീട്ടിലൊക്കെ വിരിച്ചെടുക്കണമെങ്കിൽ എടുക്കാന്ന് വിചാരിച്ചിട്ട് ഒരു പഴയ ടർക്കി ഞാൻ എടുത്തു വെച്ചാണ്. അപ്പൊ അത് നമുക്ക് ആവശ്യം വരില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ എത്ര അടിയിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ ഒന്ന് പിന്നെ ഓൾറെഡി ഒന്നുകൂടി വീണ്ടും ഒരെണ്ണം കൂടി അതുപോലെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു തുണി ഓൾറെഡി ഞാൻ 2-3 തുണികൾ മാറ്റി തുണി വെച്ചിട്ടുണ്ട് ഉണ്ണിപ്പോ ഇതാക്കാൻ വേണ്ടി. അപ്പൊ അതൊരു എക്സ്ട്രാ ഒരെണ്ണം. ഈ 3 സാധനം നമുക്ക് ആവശ്യമില്ല ശരിക്ക്. എന്നാലും നമുക്ക് ആവശ്യം വന്നെങ്കിൽ എടുക്കാന്ന് വിചാരിച്ചാണ് ഏറ്റവും അടിയിൽ ഞാൻ വെച്ചിട്ടില്ല കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് എന്താ പറയാ, ഇതൊക്കെ മീഷോന്ന് പർച്ചേസ് ചെയ്താട്ടോ. ഇതൊക്കെ വരുമ്പോ ഞങ്ങളെ കയ്യിൽ 5ന്റെ പൈസ ഉണ്ടാവില്ല. കൊറേ എണ്ണം റിട്ടേൺ ആയിപ്പോയി. അങ്ങനെ കൊറേ സാധനങ്ങൾ അങ്ങനെ റിട്ടേൺ ആയിപ്പോയി. അതിലൊക്കെ ഞങ്ങൾ സമാധാനിച്ചിട്ടുണ്ട്. കാരണം പൈസ ഇല്ലാത്ത ടൈമല്ലേ. ഇത് 3 എണ്ണം കോംബോ ആയിട്ട് പിന്നെ ആദ്യമായിട്ടാണ് ആ മുഖത്ത് ചെറിയ കണ്ടില്ല. ആദ്യമായിട്ടാണ് പ്രസവത്തിന് മുന്നേ ഇങ്ങനെ എടുത്തേക്കണതും കാര്യങ്ങൾ വീഡിയോ ഇടുന്നതും. ഇത് ഈ ഒരു ചാനലിൽ കയറി കഴിഞ്ഞാല് 2 കുട്ടികളുണ്ട് അത്ര. എന്നിട്ട് അതിന് പ്രസവത്തിന് ഇതുവരെ എടുത്ത് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ആദ്യമായിട്ടാണ്. അതിന്റെ ഓരോ സന്തോഷം മുഖത്ത് കാണാണ്ട്. എന്താ അവരെന്താ ഹിന്ദുക്കളാ? അല്ല, അത് ഇവരൊന്നും സമ്മതിക്കില്ല. കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല. നമുക്ക് 9ാം മാസത്തില് അവരെ വീട്ടിൽ നിന്ന് വരില്ലേ, അങ്ങനെ സാധാരണ ഹിന്ദുസാണ് ഇങ്ങനെ എടുത്തേക്കൂല. അവര് പ്രസവിച്ചതിന്റെ ശേഷമാണ് തുണിയാണ് ഇത് സംഭവം കൊണ്ടുവരുന്നത്. അല്ലാണ്ട് ഇങ്ങനെ സാധനങ്ങളൊന്നും നമ്മൾ എടുക്കൂല. അവര് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് എടുക്കൂല, നമ്മളെ വീട്ടിൽ നിന്ന്. അങ്ങനത്തെ ഇട്ടാ പണ്ടൊക്കെ ഇവർക്ക് അങ്ങനെ എടുത്തേക്കാൻ പാടില്ല. പക്ഷെ ഇപ്പൊ നമ്മള് എല്ലാ സാധനങ്ങളും മുന്നേ വാങ്ങിച്ച് കഴുകി വൃത്തിയാക്കിയിട്ടാണ് വെക്കുന്നത്. ഇത് ഉണ്ണിക്ക് ഉടുപ്പൊക്കെ ഇല്ലേ, കെട്ടുടുപ്പൊക്കെ അല്ലേ, അതൊക്കെ ഹോസ്പിറ്റലിൽ നിന്നാണ് ഇവര് ബക്കറ്റ് മേടിക്കുക. അങ്ങനെ കുറെ സാധനമൊക്കെ എന്നിട്ട് അവിടെ കഴുകിയിട്ട് ഹോസ്പിറ്റലിലെ ബെഡിന്റെ ഇതിമിടുക, അതൊക്കെ കണ്ടിട്ടുള്ളൂ. ഇതിപ്പോ അങ്ങനെയല്ലല്ലോ. ഇപ്പൊ എല്ലാരും ഇതാക്കുന്ന കാരണം മൊത്തം ഞങ്ങൾ സാധനം ആദ്യം മേടിച്ചിട്ട്, ആദ്യമായിട്ടാണ് ലൈഫിൽ സത്യം പറഞ്ഞാൽ മേടിച്ചിട്ട് കഴുകി ഒക്കെ ലെറ്ററൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കിച്ചതാണ്. അപ്പൊ ഇത് 2 എണ്ണം വെച്ചിട്ടുണ്ട്. എന്താ വെച്ചാല് ഷീറ്റിന് പകരമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. 3 എണ്ണം കോംബോ ആയിട്ട് നമുക്ക് മീഷോന്ന് വാങ്ങിച്ചാണ് കേട്ടോ. നല്ല അഫോർഡബിൾ പ്രൈസിന് കിട്ടിയതാണ്. അപ്പൊ ഞാൻ 2 എണ്ണം എടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യം വന്നെങ്കിലോ. അഫോർഡബിൾ പ്രൈസ് എന്ന് പറഞ്ഞാല് മീഷോയില് ഓഫർ ഉണ്ടായിരുന്നു. ഓഫർ സമയമൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ബിഗ് സെയിൽ ഉണ്ടായിരുന്നു. അതില് വാങ്ങിയതാണ്. അതില് കാർട്ടിലിട്ടേക്കും. എന്നിട്ട് ബിഗ് സെയിൽ വരുമ്പോ റേറ്റ് നോക്കിയിട്ട് അതിനനുസരിച്ച് ഞങ്ങള് ഓർഡർ ചെയ്യും. ഇങ്ങനെ പല കെട്ടുടുപ്പുകളാണ്. അത് ബട്ടനുള്ള ഉടുപ്പാണ് നമ്മൾ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തുണിയാണ്. കണ്ടോ, ബട്ടൺ സൈസാണ് കേട്ടോ. അപ്പൊ ഇനി അതിൽ കെട്ടുന്ന നോക്കിയിട്ട് എത്രണ്ട് ഇതായിട്ട് കിട്ടില്ല. അപ്പൊ ഞാൻ ഇവിടുന്ന് പെരുമ്പാവൂന്ന് പോയിട്ട് കെട്ടണത് 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ബട്ടൺ അത് മാത്രമേ എനിക്ക് നഷ്ടം വന്നിട്ടുള്ളൂ. അത് ഫസ്റ്റ് ഒക്കെ ഇവർക്ക് കെട്ടണ ഇട്ട് കൊടുക്കാം.
അപ്പൊ അതിന് വേണമെന്ന ഇനി ഇതെന്തെങ്കിലും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ ഇത് നമ്മളടുത്തൊരു 2, 4, 6 7 ഉണ്ട് കേട്ടോ. അത്ര ആവശ്യം വരുന്നില്ല. എന്നാലും ഇതിപ്പോ അത്ര സ്ഥലമൊന്നും ഇല്ലല്ലോ വെക്കാനായിട്ട്. അപ്പൊ ഇതൊക്കെ ഞാൻ മൊത്തം കഴുകിട്ട് എല്ലാം സെപ്പറേറ്റ് കവറിലാക്കിയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പൊ അതും നോക്കി നമുക്ക് ഇതിന് ആവശ്യമുള്ളത് എടുക്കാതെ എഴുതി. പിന്നെ ഇത് റിസീവിങ് ടവല്. ഇത് ഇതേപോലെ തന്നെ 3 കോംബോ ആയിട്ട് കിട്ടിയതാണ്. അതിന് 2 ഞാനൊരു ഇത് കൊണ്ടുപോകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരെണ്ണം ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തുണിനൊക്കെ കഴുകിട്ടൊക്കെ തോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ നല്ല കനം കുറച്ചിട്ട് ഇറക്കിയത് 2 3 ആയിട്ടുള്ളതാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ഒരെണ്ണം മതിയല്ലോ നമുക്ക് വെച്ചിട്ട് ഒരെണ്ണം വെച്ചിട്ടുള്ളൂ കേട്ടോ. ഹോസ്പിറ്റലിൽ ഇപ്പൊ അത്ര ആവശ്യമില്ലല്ലോ. വീട്ടിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. വീട്ടിലേക്ക് ഒന്ന് യൂസ് ചെയ്യാനായിട്ട് അതിക്ക് സെപ്പറേറ്റ് കവറിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ ഉള്ളിൽ പോയ അവർക്ക് എടുക്കാനൊന്നും ബുദ്ധിമുട്ടുണ്ടാകുന്ന എടുക്കാൻ ഒക്കെ സെപ്പറേറ്റ് ആക്കിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഉണ്ണിയുടെ ഇത് പാമ്പേഴ്സ് ആണ്. ബോണിന്റെ വാങ്ങിച്ചാണ്. ഇതും മമ്മൂറ്റമ്മിന്റെ നല്ല ഞാൻ ഇതൊക്കെ നോക്കിയപ്പോ റിവ്യൂ ഒക്കെ നല്ലതാണ് പറഞ്ഞിട്ടത്. അപ്പൊ ആവശ്യം വരുമോ നല്ല കാരണം തുണിയൊക്കെ പിന്നാലെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ആവശ്യം വന്നാല് ഫുഡ് കഴിയുമ്പോ പാക്കാണ് കേട്ടാ. 40 ഒരു പാക്ക് വാങ്ങിച്ചാണ്. 40 നമ്മള് പണ്ടൊന്നും 10 വെച്ചിട്ട് കുട്ടികൾക്ക് ഗൾഫിലൊക്കെ ഇവര് പാമ്പെടുത്ത് ഇട്ടിട്ട് കൊണ്ടുവരാ. നമ്മുടെ ഒക്കെ തുണിയൊക്കെ കെട്ടിച്ചല്ലേ കൊണ്ടുവരാം. ഇനിയിപ്പോ നമുക്ക് ഹോസ്പിറ്റലിൽ വരുമ്പോഴോ എന്തിനേലൊക്കെ ആവശ്യം വന്നെങ്കിലും എന്ന് വെച്ചിട്ട് അതിന് ഞാൻ കുറച്ച് എടുത്തിട്ട് കവറിൽ സെപ്പറേറ്റ് ആക്കി വെച്ചാണ്. പിന്നെ ഇവിടെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യം വരില്ല എന്നാലും ആവശ്യം വന്നെങ്കിലും വെച്ചിട്ട് അത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വൈപ്സും ഒന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ മീഷോ കേട്ടോ പർച്ചേസ് ചെയ്ത് 4 ഒരു കോംബോ പാക്കാണ്. അതിന് ഒരെണ്ണം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ആവശ്യം വന്നെങ്കിൽ എടുത്തോട്ടെ. പിന്നെ തുണി വേണ്ടി വരുമെന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ സൈസിനനുസരിച്ച് കീറിയൊന്നുമില്ല കേട്ടോ. കാരണം ഇങ്ങനെ അവർക്ക് ലാബ് റൂമിലേക്ക് വലുത് വേണോ ചെറുത് വേണോ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ പല വീഡിയോസിൽ കണ്ടിട്ട് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടൊക്കെ വെക്കണതാണ്. പക്ഷെ ഞാൻ അതിന്റെ വാഷ് ചെയ്ത് എന്നിട്ട് സൈഡൊക്കെ അതിന്റെ അതൊക്കെ കളഞ്ഞിട്ട് നല്ല അവർക്ക് പെട്ടെന്ന് എളുപ്പത്തിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അവരെ ആവശ്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് പാകത്തിന് എടുക്കാന്ന് വെച്ചാൽ 2 വെച്ചിട്ടുണ്ട്. ഓൾറെഡി അതിന്റെ അടിയിൽ 1 വെച്ചിട്ടുണ്ട് കേട്ടോ. അതും ബേബിക്ക് തന്നെയാണ്. ഇതിൽ 2 എടുത്തിട്ടുണ്ട്. ചില ഹോസ്പിറ്റലില് കുറെ വേണ്ടി വരുന്നത് പറയുന്നുണ്ട്. നമുക്കൊന്നും പറയാൻ പറ്റില്ല, ക്രെഡിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു ഇത് വരികയാണെങ്കിൽ ഓൾറെഡി നമുക്ക് 3 ഒന്നിച്ചായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ കവറിലാക്കി വെച്ചാണ്. ഇതും അതേപോലത്തെ ഇത് തന്നെയാണ്. പിന്നെ അതിലൊരു കോട്ടന്റെ ഒരു തുണി വെച്ചിട്ടുണ്ട്. യോ നിന്റെ തുണി ഇതവിടെ കണ്ടുവരികയുണ്ടല്ലോ. അപ്പൊ ഇതിപ്പോ പണ്ടാരോ പറഞ്ഞ മാതിരി വാപ്പ മരിക്കാൻ കാത്തുക്കാണ് കട്ടില് പോവാനെന്ന് പറഞ്ഞ മാതിരി നിന്റെ തുണി കീറാൻ കാത്തുക്കാണ് അതിന്റെ അടുത്ത് മടക്കി. നല്ല തുണി വേണമല്ലോ. അപ്പൊ ഞാൻ പോയിട്ട് അപ്പൊ ഇത് ഇനിയിപ്പോ ഇനി നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നിട്ട് ലേഡീസിന് ആവശ്യം വരുന്ന തുണി ചോദിക്കുകയാണെങ്കിൽ എന്റെ ബലമായ സംശയം അത് ഓള് കീറിയതാ വെച്ചിട്ടാ. അതോള് കീറിയതാ എടുത്തോണ്ടാവാൻ വേണ്ടിട്ട് കണ്ണു വെച്ച്. ബാക്കി 2 തുണിയും ആകെ തയ്ക്കണ് പഴയതുപോലെ അയക്കണ്. ഈ തുണിയാണ് പുതിയത്. അത് ഓളെടുത്ത് കീറി കത്തിരിക്ക വെച്ചപ്പോ അത് വന്നെങ്കിലും വെച്ചിട്ട് കീറി വെച്ചാണ്. അങ്ങനെ അപ്പൊ അത് ഞാൻ ഇതിൽ തന്നെ വെച്ചിട്ടുള്ളത്. കാരണം ഞാൻ ആദ്യം ഈ തുണിയും പിന്നെ എന്റെ ഒരു ജോഡി ഡ്രസ്സും കൂടിയിട്ട് ഞാൻ എന്റെ ബാഗിലെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവര് ഹോസ്പിറ്റൽ ലാബ് റൂമിനൊക്കെ പെട്ടെന്നൊക്കെ ആവശ്യം ചോദിക്കുകയാണെങ്കിൽ ഇവര് ബുദ്ധിമുട്ടുണ്ടാകുന്ന വേണ്ടിട്ട് വേണമെങ്കിൽ ഈ ബാസ്ക്കറ്റ് അങ്ങനെ ലാബ് റൂമിന്റെ അടുത്ത് ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകാലോ. അപ്പൊ ബാഗിൽ നിന്ന് ഇവർക്ക് വീണ്ടും റൂമിലേക്ക് വരുന്നുണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഇതിലേക്ക് മാറ്റി വെച്ചേക്കാം. അതുപോലെ തന്നെ എന്റെ ഒരു ജോഡി ഡ്രസ്സ് അതില് ഇന്നേഴ്സും ഷോളും അണ്ടർസ്കേർട്ടും നൈറ്റും ഒക്കെ കൂടിയിട്ട് ഒരു ബോക്സിൽ കവറിലാക്കിയിട്ട് ഞാൻ സെപ്പറേറ്റ് വെച്ചാൽ. അപ്പൊ ഇതും സത്യം പറഞ്ഞാൽ കുട്ടിക്കല്ല എനിക്ക് ആവശ്യമുള്ള സാധനം.
ഇവര് ഇത് കൊണ്ടുവെക്കുകയാണെങ്കിൽ പെട്ടെന്ന് അടിച്ചു കൊടുക്കാൻ എളുപ്പമായതുകൊണ്ടാണ് ഞാൻ ഇതിലാക്കി മാറ്റി വെച്ചാണ്. അത് ഞാൻ ബാഗിൽ ഉണ്ടായത്. പിന്നെ ഇത് നമ്മളിങ്ങനെ കൈയും കയ്യിലും കയ്യിലൊക്കെ എടുക്കാറുണ്ട്. കിച്ചൺസ് വാങ്ങിച്ചാണ് 3 വാങ്ങിച്ചിട്ടുണ്ട്. അതില് ഒരെണ്ണം ഞാൻ വെച്ചിട്ടുണ്ട്. വരുമ്പോഴൊക്കെ ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കാൻ നോക്കി. പിന്നെ ഇതും എന്റെ അല്ല ഫ്ലൈറ്റ് എപ്പോഴാ? ഫ്ലൈറ്റ് എപ്പോഴാ? ഇതിപ്പോ നമ്മള് ഈ മറ്റേ ഗൾഫിൽ നിന്ന് വരില്ലേ, അപ്പൊ സാധനങ്ങൾ ഒതുക്കിക്കണ മാതിരിയാ. നമുക്കത് ആദ്യത്തല്ലേ അങ്ങനെ. പിന്നെ ഇത് 2 പാത്രം എന്താണെന്ന് വെച്ചാല് സത്യം പറഞ്ഞ എന്റെ 2 കുട്ടികളുടെ ഇതെന്തിനാന്ന് വെച്ചാല് നമുക്ക് അപ്പൊ ഈ വരണ കുട്ടിയാരെ കുട്ടിയാ? അതല്ല, ഇത് 2 ഓൾറെഡി ഇവിടെ ഉണ്ട്. ഇപ്പൊ വാങ്ങിച്ചതല്ല. എന്റെ 2 കുട്ടികളെ മെൻഷൻ ചെയ്ത്. അപ്പൊ ഈ വരണ കുട്ടിയാരെ കുട്ടിയാ? അതിന്റെ തന്നെ. പിന്നെന്താ ഇത് ഇപ്പൊ വാങ്ങിച്ചതല്ലാന്ന് ഉദ്ദേശിച്ചത്. നമ്മുടെ ഇപ്പൊ ഇതൊക്കെ എല്ലാം വാങ്ങിച്ചാണല്ലോ. ഇതിവിടെ ഓൾറെഡി ആദ്യം ഉണ്ടായിരുന്ന അങ്ങനെ പറയും. കുട്ടികളുടെ പിസയുടെ ബിരിയാണിയാണിത്. പേര് എഴുതിയിട്ടുണ്ടോ? പിസയുടെ ബിരിയാണിയാണെന്ന് പേര് എഴുതിയിട്ടുണ്ടോ? ഇതെന്താന്ന് വെച്ചാലേ ഇപ്പൊ നമുക്ക് ക്രിസ്മസിന് തണുപ്പെടുക്കാം. ഇതില് നിങ്ങൾക്കൊക്കെ നമ്മൾ പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ വെള്ളം കൊടുക്കില്ലേ? ഞാൻ ആ സ്പൂണാണ് തെരഞ്ഞെടുത്തത് വെള്ളം കൊടുക്കാന്. വെള്ളം കൊടുക്കാനൊക്കെ ആയിട്ട് ഈ മുടിയിലെല്ലാം കൊടുക്കാം. ഈ ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് വരുത്തി ഇതിന് ചെറിയ സ്പൂണാണ്, അത് വെച്ചിട്ട് കൊടുക്കാം. പിന്നെ ഇനി പറയാൻ പറ്റില്ല, നമുക്ക് അവിടുത്തെ ഉണ്ണിക്ക് പാല് കൊടുക്കുന്നതൊക്കെ ചിലപ്പോ ചെറിയ കുട്ടികളൊന്നും പെട്ടെന്ന് കുടിച്ചിന്നാണ് വരില്ല. അപ്പൊ അവരുടെ അത് പറയും, ഇങ്ങനെ അടിച്ചിട്ട് ടീസ്പൂണിലാക്കി കൊടുക്കാനൊക്കെ പറയും. കാരണം കുട്ടികൾക്ക് പാല് കിട്ടുന്നെങ്കിൽ അവരെ ഷുഗർ ലെവൽ ഡൗൺ ആയി പോകും. അപ്പൊ അങ്ങനെയൊക്കെ സിറ്റുവേഷനിൽ നമ്മൾ മറ്റുള്ള പാത്രങ്ങളൊന്നും എടുത്തിട്ട് ഉപയോഗിക്കണില്ല. അപ്പൊ അതുകൊണ്ട് ഇത് ഞാൻ ഉണ്ണിക്കാട്ട് വെച്ചാണ് കേട്ടോ. അപ്പൊ അത് 2 ഇതിൽ തന്നെ വെച്ചിട്ടുണ്ട്. കാരണം ഇനി മറ്റേക്കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവരും എടുത്താലോ എന്ന് പേടിച്ചിട്ട് ഇത് കുറച്ചുകൂടി നമ്മൾ നല്ലതിൽ വെക്കണ്ടേ. അപ്പൊ അതുകൊണ്ട് അത് ഇങ്ങോട്ട് തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ പിന്നെ ഇതെന്താന്ന് വെച്ചാല് സോപ്പ് അങ്ങനെയുള്ള സംഭവങ്ങൾ, ബ്രഷ്, പെയിന്റ്, പിന്നെ ഒരു കുളിക്കുന്ന സോപ്പ്, പിന്നെ ഒരു വാഷ് ചെയ്യുന്ന സോപ്പ്. തൽക്കാലം അതൊക്കെ വെച്ചിട്ടുള്ളൂ. ഇനി വേണമെന്നുണ്ടെങ്കിൽ പാത്രങ്ങൾ സോപ്പ് ഞാൻ വെച്ചിട്ടില്ല. അപ്പൊ ഇത് ഞാൻ ഇതുപോലെ സെപ്പറേറ്റ് ആക്കിയിട്ട് ഇതിൽ തന്നെ വെച്ചുള്ളൂ. കാരണം ഇത് വെക്കാൻ കാരണം പെട്ടെന്ന് ബ്രഷും പേസ്റ്റ് ഒക്കെ ചിലപ്പോ നൈറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിലേ ഡെലിവറി അവര് പിറ്റേന്ന് രാവിലെ അവനെ പിളർച്ചാനൊക്കെ ആണെങ്കിൽ രാവിലെ ഒന്ന് ബ്രഷ് ചെയ്യാനോ എന്തെങ്കിലും ഒക്കെ ചോദിക്കും ലാബ് റൂമിൽ നിന്ന്. അങ്ങനെ ഒരു ചോദിക്കലുണ്ട്. എന്നിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് എടുക്കാൻ വേണ്ടി ഞാൻ അതിൽ വെച്ചിട്ടുണ്ട് ബ്രഷും ഇതൊക്കെ. പിന്നെ വേറെ സാധനമൊക്കെ പ്രത്യേകിച്ച്. പിന്നെ ഇത് ഉണ്ണിക്ക് തന്നെ, ഉണ്ണിക്ക് സോപ്പും വെളിച്ചെണ്ണയും ചോദിക്കുന്ന പറയണേ. ഞാൻ കുറെ മുന്നിട്ടായി എനിക്ക് സത്യം പറഞ്ഞ ഓർമ്മയില്ല, മറന്നു പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ സബാമ്പഴത്തിന്റെ സോപ്പ് വാങ്ങിച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഇതിൽ വെച്ചിട്ടുണ്ട്. 450 രൂപയുടെ സോപ്പ് കൂടി 350 450. ഇത് തന്നെ റംസവെള്ളമാണ് കേട്ടോ. റംസവെള്ളം പിന്നെ പക്കത്തെ ഈത്തപ്പഴം നോക്കിട്ട് മാറ്റി വെച്ചിട്ട് ഇപ്പൊ ഇതിൽ വെക്കാൻ വേണം. അപ്പൊ നാളെ നമ്മളിനി പോകുമ്പോ ഇതൊക്കെ കൊണ്ടുപോകും. ചിലപ്പോ ഇനി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് പറഞ്ഞിട്ട് എടുക്കാനും ബുദ്ധിമുട്ടല്ലേ. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഇതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവം നമുക്ക് ഇവിടെ വെക്കാം. എന്താ പറയാ, ലാബ് റൂമിന്റെ ഫ്രണ്ടിൽ വെക്കാം. അപ്പൊ അങ്ങനെ പെട്ടി സെറ്റായി. ഇനി കുറച്ച് പാത്രങ്ങളുണ്ട് വരാന്, അത് സെറ്റ് ചെയ്യണ്ടേ? അപ്പൊ അതുകൊണ്ട് ഇത് കട്ടി. ഇനിയിപ്പൊ അടുത്ത ഇനി നമുക്ക് ബാഗിൽ ഇത് ഞങ്ങളുടെ, അതായത് എന്റെ ബെഡിനൊക്കെ ആവശ്യമുള്ള സാധനങ്ങൾ വെക്കാൻ വേണ്ടിട്ടാ. അപ്പൊ ഞാനൊരു ബെഡ്ഷീറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ബൈസ്റ്റാൻഡർ ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഇവരാരെങ്കിലും വരും, പക്ഷെ അവിടെ നിൽക്കുന്നത് നമുക്ക് വരുന്ന ഹോം നേഴ്സ് ഇല്ലേ,
അതാവും. അപ്പൊ അതുകൊണ്ട് ബൈസ്റ്റാൻഡർക്കുള്ള സാധനങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല, നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. തൽക്കാലം ഇവരിപ്പോ ഡെലിവറി തന്നെ വരെ നിൽക്കാനായിട്ട് ആണെങ്കിൽ ഞാൻ ലേബർ റൂമിലാണെങ്കിൽ പിന്നെ ഓൾറെഡി നമ്മൾ ബെഡ്റൂം ഉണ്ടാവും, അവർക്ക് ഇരിക്കാൻ ബെഡ്ഷീറ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എടുത്തിട്ടില്ല. പിന്നെ ഞാനൊരു ഡാർക്ക് ഒരു ബെഡ്ഷീറ്റ് മാത്രം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരെണ്ണം കൂടി എക്സ്ട്രാ പില്ലോ കവർ ഉണ്ട്. അപ്പൊ അങ്ങനെ 2 ബെഡ്ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ഒരെണ്ണം തന്നെ യൂസ് ചെയ്യുള്ളൂ എന്തായാലും. പിന്നെ നമുക്ക് പുതക്കാനായിട്ട് ഒരു പുതപ്പുണ്ട്. പിന്നുള്ളത് എന്റെ ഷോളും 2 ഷോളും. ഓൾറെഡി ഞാൻ ഒരു ഷോളും സ്കേർട്ടും പിന്നെ മാക്സിൽ കൂടി അതിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതില് ബാക്കി ഉള്ള ഒരു 2-3 സ്കേർട്ടും അതുപോലെ 3 നൈറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും 4 നൈറ്റി ഉണ്ട്. അത്ര മതിയാവും. കാരണം ഇനി അധികം ഒന്നും നമ്മൾ ഇനിയിപ്പോ സിസേറിനാണെങ്കിലും ഒരു 7 days അവര് വാഷ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ 2 തോർത്തുണ്ട്. നമുക്കൊന്ന് കുളിക്കാനും ഇതൊക്കെ കൈയൊക്കെ തുടക്കാനും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കരുതി. പിന്നെ ഇന്നേഴ്സും ഉണ്ട് കേട്ടോ. അതാണ് നമ്മൾ ഇതിലായിട്ട് വെച്ചിട്ടുള്ളൂ. ഇതില് പിന്നെ ഇനി അധികമൊന്നുമില്ല. കാരണം പറഞ്ഞ ബൈസ്റ്റാൻഡർ സാധനങ്ങളൊന്നും ഇല്ലാത്ത കാരണം എനിക്ക് മാത്രമായിട്ടുള്ള സാധനങ്ങളാണുള്ളത്. അവർക്ക് അവരെന്തായാലും കൊണ്ടുവരുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇത് മതി. പിന്നെ ഇത് നമ്മളെ ഉണ്ണിന്റെ CV ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോക്കെ കിടത്താൻ വേണ്ടിയിട്ട് മേടിച്ചതും. ഇത് മുട്ടതിന് കുട്ടികളുടെ ഒക്കെ ആഗ്രഹം പ്രകാരം മേടിച്ചതാട്ടോ. അങ്ങനെ ഇതധികം ഒന്നും നമ്മൾ യൂസ് ചെയ്യൊന്നുമില്ല. കാരണം കുറച്ച് കഴിയുമ്പോഴത്തേക്കൊന്നും ഇതാവുന്നാലും അതൊരാഗ്രഹത്തിന് ഒരു മേടിച്ചത്. കുറെ പിന്നെ ബെഡ് നെറ്റ് ഒക്കെ ആയിട്ടുള്ളതൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മൾ അങ്ങനത്തെ ഒന്നും വേണ്ടാന്ന് ഇത് മാത്രമായിട്ടാണ് മേടിച്ചോ. പിന്നെ ക്ലോസ് ചെയ്യാണ്ട് ഇങ്ങനെ വെക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് സെറ്റായി. അടുത്ത ബാഗ് സെറ്റായി. ഇനി പാത്രങ്ങളുണ്ട്, അതും കൂടി സെറ്റാക്കാണ്ട് അത് കഴിഞ്ഞ്. പിന്നെ നമ്മൾ 2 ബക്കറ്റ് എടുത്തിട്ടുണ്ട്. 2 ബക്കറ്റിന്റെ ആവശ്യം ഇനിയിപ്പോ ഡ്രസ്സൊക്കെ ഇതിൽ വാഷ് ചെയ്യുക, നമ്മുടെ ഡ്രസ്സ് വാഷ് ചെയ്യണ്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇനി സെപ്പറേറ്റ് ആക്കാൻ വേണ്ടി 2 ബക്കറ്റ് എടുത്തിട്ടാവും. നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ നമുക്ക് ഒരു ഫ്ലാസ്ക് ആവശ്യമുണ്ട്. ചൂടുവെള്ളമോ എന്തെങ്കിലുമൊക്കെ വേണം, ചായ ഉണ്ടാക്കണമെങ്കിൽ അല്ലെങ്കിൽ ചൂടുവെള്ളം ആവശ്യമില്ല. നമുക്ക് ഫ്ലാസ്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ചായക്കോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് കപ്പ്, ഇതൊരു കുഞ്ഞൊരു കപ്പും ഈ ഒരു കപ്പും ഉണ്ട്, ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ നമുക്ക് വാഷ്റൂമിക്ക് എന്തെങ്കിലും യൂസ് ചെയ്യാൻ പറ്റില്ല, വേറൊരു മസ്ലിന്റെ കപ്പ്. കപ്പ് പൈസ കൊടുത്ത് വാങ്ങിയൊന്നല്ലോ, സമ്മാനം കിട്ടിയാണ്. ചെറിയൊരു കഞ്ഞിപ്പാത്രം വെറുതെ വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ചരിക്കോ അങ്ങനെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇനി കഞ്ഞിയൊക്കെ മേടിക്കേണ്ടി വരില്ല. ലേബർ റൂമിക്കൊക്കെ കഞ്ഞി മേടിച്ചു കൊണ്ട് കൊടുക്കേണ്ടൊക്കെ വരും. അപ്പോ അതിന് വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ 2 ഗ്ലാസ്, ഞങ്ങൾക്ക് ചായ കുടിക്കുന്ന 2 ഗ്ലാസും 1 ടീസ്പൂണും എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. അച്ചാറ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും ഒന്ന് കയറ്റിയിട്ട് അങ്ങനെ 3-മത്തത് കഞ്ഞിയൊക്കെ മേടിക്കാൻ പറ്റുന്നത്. പിന്നെ ഇതേ ഒരു കറിപ്പാത്രം പോലത്തെ 2 പ്ലേറ്റ് എടുത്ത് വെക്കണം. ഫുഡ് കഴിക്കാനായിട്ട് 2 പ്ലേറ്റ് എടുത്ത് വെക്കണം. പിന്നെ ഉണ്ണി അത് കുളിപ്പിക്കണ്ടോ എന്താണെന്നും പറയാൻ പറ്റില്ല. അതല്ല നമുക്ക് തന്നെ ഞാന് കുളിക്കുന്ന സോപ്പും പിന്നെ ഒന്ന് വാഷ് ചെയ്യുന്ന സോപ്പൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതൊക്കെ ഒന്ന് വെക്കണമെങ്കിൽ ആവശ്യം വരുന്നതായിട്ട് 2 സോപ്പും പൊട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഡെറ്റോള് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഹാൻഡ് വാഷ് ആണ്, ഹാൻഡ് വാഷ് ഉണ്ട്. പിന്നെ ഇത് വെള്ളം, വാട്ടർ ബോട്ടില് ഉണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു കത്തി, സേഫ്റ്റി കത്തി. ഇത് പുതിയ ടൈപ്പാ. ഇത് എന്തെങ്കിലും കട്ട് ചെയ്യണമെങ്കിലൊക്കെ പറയാൻ പറ്റില്ല. ഇനിയിപ്പോ ഈ തുണിയൊക്കെ തന്നെ കട്ട് ചെയ്യുന്ന ഡോക്ടറിനെയും വെല്ലുവിളിച്ചു വരാനാണ്. അതില്ല, അങ്ങനെയൊക്കെ ആവശ്യമൊന്നുമില്ല. വെച്ചിട്ട് നൈഫ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്താ വെച്ചാല് കുറച്ച് പഞ്ചസാര ഉണ്ട്, കുറച്ച് ചായപ്പൊടി ഉണ്ട്. ഇതെന്തിനാ? ഹോസ്പിറ്റലിൽ നിൽക്കാൻ വേണ്ടി പോവാ. പഞ്ചസാരയും ചായപ്പൊടി കഴിക്കണവരെ
അല്ല അത്ര തോന്നെ പഞ്ചസാര എടുത്തിക്കണ അത്ര തോന്നെ ചായപ്പൊടി എടുത്തിക്കണം. അത്രയൊന്നുമില്ല, കുറച്ചെടുത്തിട്ടുള്ളൂ. ഇതിപ്പോ 2 ദിവസത്തിനുള്ള ഉണ്ട് അല്ലേ? 2 ദിവസത്തിന് അത്ര ചായപ്പൊടി പഞ്ചസാര ഉപയോഗിക്കും. ഇനി നമുക്ക് ചായ ഉണ്ടാക്കാനുള്ള ഒരു ഇത് ഫ്ലാസ്ക് ഉള്ളതല്ലേ, ചായ ഉണ്ടാക്കാനുള്ള ഒരു ഇത് കിട്ടണമെങ്കിൽ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എടുക്കാം. പിന്നെ ആ ഗ്യാസും ആ സ്റ്റോവ് ഒക്കെ കയറ്റിയല്ല. അത് വേണ്ട, അത് ബുദ്ധിമുട്ടാവും. അല്ലടോ 2 ദിവസം നിക്കൂല. അപ്പൊ നമുക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും അരിയും ഒക്കെ കയറ്റിയല്ല വണ്ടിയില്. പിന്നെ കുറച്ച് ഉപ്പ്, കുറച്ചധികം ഉപ്പുണ്ട്. ഉപ്പ് എടുത്തിട്ടുണ്ട്, കാരണം കഞ്ഞിയൊക്കെ ആവശ്യം ഉണ്ടാവും. കുടിക്കുമ്പോ കഞ്ഞി ചിലപ്പോൾ ഉപ്പുണ്ടായിരുന്നു വരില്ല. പിന്നെ അപ്പുറത്ത് റൂമിൽ നിന്നൊക്കെ മേടിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഒരു പായ അതിക്ക് താഴ്ത്ത് കിടക്കണമെന്നുണ്ടെങ്കിൽ ഒരു പായ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ എന്താ 2 പ്ലേറ്റ് വെക്കണം, ആ പായ എടുത്ത് വെക്കണം. 2 പ്ലേറ്റ് ഞങ്ങളൊക്കെ പോകുകയാണ്. നിങ്ങളൊന്നുമില്ല, ഞങ്ങളൊക്കെ പുറത്ത് പോകുകയാണ്. അത് വെക്കണം. പിന്നെ കഞ്ഞി കുടിക്കാനായിട്ടൊരു എന്താ കയ്യില് സാധനം വെക്കില്ല, അതൊന്ന് വെക്കണം. 2 പ്ലേറ്റും. അത് നാളെ എന്തായാലും നമ്മൾ പോകുമ്പോ എടുത്തു. അപ്പൊ ഇത്ര ഉള്ളൂ. ഇനി ഇതിലെന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോട്ടെ, അല്ലാണ്ട് ഇപ്പൊ പറയാൻ പറ്റില്ല. ഇനിയിപ്പോ ആവശ്യം വരില്ല, ഒരു ഓൾമോസ്റ്റ് നമ്മുടെ മൈൻഡിലെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം അതിലുണ്ട്. ഇനിയിപ്പോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വാങ്ങിച്ചാണ്. അപ്പൊ വീഡിയോ എന്താണ്, ഇനിയിപ്പോ വീഡിയോ അപ്ലോഡ് ആക്കുമ്പോഴത്തേനും ചിലപ്പോ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടാവും. നാളെ എന്തായാലും ഹോസ്പിറ്റലിൽ പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ എന്തെങ്കിലും ആവശ്യം ഉണ്ടോ എന്താന്നുള്ളതൊന്നും അറിയില്ല. എന്തെങ്കിലും ആരെങ്കിലും ഒന്ന് കണ്ടിട്ട് എന്തെങ്കിലും അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാട്ടോ. അപ്പൊ നമ്മളെ വീഡിയോ, ഹോസ്പിറ്റൽ വീഡിയോ, ബാഗിന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ വീഡിയോ കാണുന്ന കൂട്ടുകാർക്കൊന്നുമില്ല. ഇനി എന്തെങ്കിലുമൊക്കെ ഇതിൽ ഇല്ലാത്തുണ്ടെങ്കിൽ, പ്രസവിച്ച ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കുക പാവത്തിന്. ഇനിയിപ്പോൾ ടൈമില്ല, നാളെ പോവും ഇൻഷാ അല്ലാഹ്. നാളെ അഡ്മിറ്റ് ആവുകയാണെങ്കിൽ അവിടെ ഉണ്ടാവും. ഇല്ലയെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കമൻ്റ് ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ അയക്കുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വാങ്ങിയേക്കും. അപ്പോൾ അതിൽ ആഡ് ചെയ്യും. അതിന് വേറെ വീഡിയോ എടുക്കൂല, ഞങ്ങൾ ആഡ് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ പോവുള്ളൂ. പിന്നെ ഇതിപ്പോ നമുക്ക് സത്യം പറയുന്നത് എന്റെ ഒരു ചെറിയൊരു ഇത് വെച്ചിട്ട് ഞാൻ ആക്കിയിട്ടുള്ളതാണ്. ചെറിയത് വെച്ചിട്ട് ഇങ്ങനെ, അപ്പൊ വലുതായിട്ട് ഇതാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പൊ എത്രത്തോളം ഉണ്ടാവും? എന്റെയൊക്കെ 2 ഡെലിവറിക്കും ഞാനിതൊന്നും എടുത്ത് വെച്ചിട്ടില്ല. എന്റെ ഡ്രസ്സ് മാത്രം ഞാൻ എടുത്ത് കൊടുത്തു എന്നല്ലാതെ ബാക്കിയൊക്കെ ഉമ്മ, അന്നൊക്കെ പിന്നെ ഒരുമിച്ചുള്ള കാരണം ഉമ്മ എല്ലാവരും ഉണ്ടാകുമല്ലോ. അപ്പൊ അവര് ഓരോരുത്തർ ഓർമ്മ വരുന്നത് ഇതിപ്പോ എന്റെ മൈൻഡിലുള്ള മാത്രമാണ്. ആർക്കും എന്നോട് എല്ലാരും ഇങ്ങോട്ട് ചോദിക്കും എടുത്ത് വെച്ചില്ല, ഞാൻ എവിടെ പോയാലും ചോദിക്കും ഒക്കെ എടുത്ത് വെച്ചില്ലേ എന്ന് ചോദിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇതിൽ ഇനി എന്തെങ്കിലും കുറവൊക്കെ ഉണ്ട്. അതാണ് ജീവിതത്തിൽ ചിലര് വരുമ്പോ മറ്റേ ചിലത് വഴിമാറുന്ന് പറഞ്ഞ പോലെ അതാണ് നമ്മളൊക്കെ കയറി വന്നപ്പോ ജീവിതത്തിന് ചില മാറ്റങ്ങളൊക്കെ വന്ന്. അപ്പൊ അങ്ങനെ തന്നെ അന്ന് പറഞ്ഞത് എല്ലാരും ഒരുമിച്ച് താമസിക്കല്ലേ, ആരും സെപ്പറേറ്റ് വീടൊന്നും ആയിട്ടുണ്ടാകുന്നില്ല. ഇപ്പൊ എല്ലാരും വേറെ വേറെ വീടല്ലേ, അതുകൊണ്ടാണ് ആർക്കും. അതിനെന്താ എല്ലാരും കൂട്ടുകുടുംബത്തിൽ വീഡിയോ എടുത്തിട്ട് എല്ലാരും ഇതാക്കണ്. അതിനെന്താ, അത് നമ്മളിഷ്ടമാണ്. നമ്മളെ റൂമിൽ കയറിയാൽ പിന്നെ പുറത്തുനിന്നുള്ള ഒരാളെ ഇതാക്കരുത്, അലൗഡ് ആക്കരുത്. നമ്മളെ പേഴ്സണൽ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് മതി മറ്റുള്ളവരെ അലൗഡ് ആക്കലും ഇതാക്കലും ഒക്കെ. അപ്പൊ നമുക്ക് വീഡിയോ അതിൻ്റെ ചെയ്യാം. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ എന്തെങ്കിലും കമന്റ്സ് ഒക്കെ അറിയിക്കുക. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ മാക്സിമം നാളായിട്ട് നമുക്ക് വീഡിയോ അപ്ലോഡ് ആക്കാൻ പറ്റും. അപ്പം അപ്ലോഡ് ചെയ്യാം. ഇപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോണതിന്റെ മുന്നേ നമ്മൾ വീഡിയോ അപ്ലോഡ് ആക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ പിന്നെ ഇനി ഹോസ്പിറ്റലിൽ പോയിട്ടാണെങ്കിലും വന്നാൽ മുത്ത് വന്നിട്ട് എടുത്തോളൂ. ആണെങ്കിൽ പറയാൻ പറ്റില്ല, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 5-ാം തീയതി 6-ാം തീയതി ഡേറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത് അഡ്മിറ്റ് ആവാൻ വേണ്ടി. ഇൻ കേസ് നാളെ ആണെങ്കിലോ എന്ന് കരുതിയിട്ടാണ് ഇന്നൊരു വീഡിയോ എടുത്തത്. അപ്പൊ എല്ലാവരോടും ബൈ. വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാവരും കമൻറ്റ് ചെയ്യണോ. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് നമ്മൾ സ്വീകരിക്കുന്നതാണ്, 2 കൈ കൊണ്ട് കൂടി സ്വീകരിക്കുന്നതാണ്. പിന്നെ ലൈവ് ഉണ്ട്, ഞങ്ങൾ എന്നും രാത്രി ലൈവ് ഇടലുണ്ട്. രാത്രി ഉണ്ട്, പകലുണ്ട്. അപ്പോൾ ലൈവിലൊക്കെ കയറിയിട്ട് ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും.